സ്പൈഡർമാൻ നോ വേ ഹോമില് പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ ബ്രിഡ്ജിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് പീറ്ററിന്റെ സ്പൈഡർമാൻ സ്യൂട്ട് ഒരു ഡിവൈസിലേക്ക് ചുരുങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, അവിടെയുള്ള ഒരു കാറില് അയൺ സ്പൈഡർ സ്യൂട്ട് ചുരുങ്ങുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ CGI ടീം കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കാൻ മാർവലിന് സാധിക്കുന്നുണ്ട്. സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ അവസാനം പീറ്റർ പാർക്കർ ഓണ്ട് മെയ്ഡ് ഗ്രേവില് ഒരു വൈറ്റ് റോസാപ്പൂവ് കൊണ്ടുവെക്കുന്നുണ്ട്. ഈ ഒരു സീനിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് പേർക്ക് ആ സീനിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ സീന് മനഃപൂർവ്വം തന്നെയാണ് ഈ സിനിമയുടെ അവസാനം കൊടുത്തത്. കാരണം പീറ്റർ പാർക്കർ ആണ്ട് മെയ്ഡ് ഗ്രേവില് ഒരു വൈറ്റ് റോസാപ്പൂവാണ് വെക്കുന്നത്. ഇവിടെ വൈറ്റ് റോസാപ്പൂവിനെ സൂചിപ്പിക്കുന്നത് ഫീലിംഗ് ഓഫ് അപ്പോളജി ടുവേർഡ്സ് എ ലവ്ഡ് വൺ. അതായത് താൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് താൻ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് കൊടുക്കുന്നതാണ് വൈറ്റ് റോസ്. പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആണ്. സ്പൈഡർമാനായ തനിക്ക് തന്റെ ഓണ്ട് മെയ്യെ സേവ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടത്തോടെയാണ് ആണ്ട് മെയ്ഡ് ഗ്രേവില് പീറ്റർ പാർക്കർ വൈറ്റ് റോസാപ്പൂ വെക്കുന്നത്. സ്പൈഡർമാൻ നോ വേ ഹോമില് ഡോക്ടർ സ്ട്രേഞ്ച് അവസാനമായിട്ട് സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നതോടെ പീറ്റർ പാർക്കറിനെ എല്ലാവരും മറക്കുകയാണ്. പീറ്റർ പാർക്കർ കാരണമാണ് സത്യത്തിൽ ഹാപ്പി ഹോഗൻ ആൻഡ് മെയ്യെ കണ്ടുമുട്ടിയത്. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്തതോടെ ഹാപ്പി ഹോഗന് പീറ്റർ പാർക്കറിനെ അറിയത്തില്ലെങ്കിലും ആൻഡ് മെയ്യെ ഇപ്പോഴും ഹാപ്പി ഹോഗന് അറിയാം. How'd you know her? Through Spider-Man. You? Same. I lost a good friend a while back. Felt like this. അങ്ങനെയാണെങ്കിൽ MJക്ക് താൻ സ്പൈഡർമാന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ഇപ്പോഴും അറിയാമായിരിക്കാം. അതേപോലെ തന്നെ സ്പൈഡർമാൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് നെഡിനും അറിയാമായിരിക്കാം. അതായത് പീറ്റർ പാർക്കർ എന്ന വ്യക്തിയെ അവർ ഓർക്കുന്നില്ലെങ്കിലും സ്പൈഡർമാനുമായിട്ട് ചെലവഴിച്ച സമയങ്ങളൊക്കെ അവർ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കാം. സ്പൈഡർമാൻ നോ വേ ഹോമില് പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ മൾട്ടിവേഴ്സിൽ നിന്നെത്തിയ വില്ലന്മാരോട് അവരെ അവരുടെ യൂണിവേഴ്സിലേക്ക് തിരികെ അയക്കാൻ താൻ സഹായിക്കാമെന്ന് പറയുമ്പോൾ നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. You know, I'm something of a scientist myself. നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിനോട് പറഞ്ഞ അതേ ഡയലോഗ് മറ്റൊരു മാർവൽ മൂവിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, സ്പൈഡർമാൻ എന്ന മൂവിയിൽ നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹം പീറ്റർ പാർക്കറിനോട് പറഞ്ഞ അതേ ഡയലോഗ്. You know, I'm something of a scientist myself. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കാൻ മാർവലിന് സാധിക്കുന്നുണ്ട്. സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ അവസാനം പീറ്റർ പാർക്കറിന് വേണമെങ്കിൽ MJയോടും നെഡിനോടും തന്നെ പറ്റി എല്ലാം പറയാമായിരുന്നു. പീറ്റർ പാർക്കർ അവരോട് സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിലും MJയെ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പീറ്റർ പാർക്കറിന്റെ ശ്രദ്ധയിൽ പെടുകയാണ്. സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ അവസാന പോരാട്ടത്തിന്റെ ഇടയ്ക്ക് MJയുടെ നെറ്റിയിലൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ MJയുടെ നെറ്റിയിലെ ബാൻഡേജ് കണ്ടപ്പോൾ തന്നെ പീറ്റർ പാർക്കർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാകാം. അതായത് താൻ കാരണമാണല്ലോ MJക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ MJയെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വലിച്ചിടാൻ പീറ്റർ പാർക്കർ ആഗ്രഹിക്കുന്നില്ല. സോ ഈ കാരണം കൊണ്ട് തന്നെ MJയോടും നെഡിനോടും ഒന്നും പറയാതെ പീറ്റർ പാർക്കർ അവിടെ നിന്നും പോയത്.